നമുക്കിന്ന് രുചികരമായ ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 4 നാട്ടുമാങ്ങയാണ്. ആദ്യമായി കഴുകി വൃത്തിയാക്കിയ മാങ്ങ തൊലി കളഞ്ഞ് ചട്ടിയിലേക്കിടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 3 പച്ചമുളക് നെടുകെ കീറിയത്, കുറച്ച് കറിവേപ്പില, 1 കപ്പ് വെള്ളം. അതിനുശേഷം മാങ്ങ ചെറുതായി ഒന്ന് ഞെരടണം. ചട്ടി അടച്ചു വെച്ച് മാമ്പഴം തിളപ്പിക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. തിളക്കുമ്പോഴേക്കും അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിനായി ചെറിയ 1 മുറി തേങ്ങ ചിരകിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചെറിയ ജീരകം 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി 3 എണ്ണം, ഇത്രയും കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. മാങ്ങ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പൊഴിക്കാം. അരപ്പൊഴിച്ച് ചെറുതായി തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ചൂട് കുറച്ച് മാറിയതിന് ശേഷം 1/2 കപ്പ് തൈര് കൂടി ചേർത്തിളക്കാം. തൈര് ചേർത്തതിന് ശേഷം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് ഇളക്കി മാറ്റി വയ്ക്കാം. ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നതിനായി സ്റ്റൗ കത്തിച്ച് ഒരു കടായി അടുപ്പിൽ വയ്ക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇടുക. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഉണക്കമുളക് 3 എണ്ണം, ഇത്രയും അതിലേക്ക് ഇടുക. ഉള്ളി വഴണ്ട് ബ്രൗൺ നിറമാകുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി അതിലേക്ക് ചേർക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മാമ്പഴ പുളിശ്ശേരിയിലേക്ക് താളിച്ചത് ഒഴിക്കാം. നല്ല മധുരമുള്ള മാങ്ങയായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് മധുരം ചേർത്തിട്ടില്ല. നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ അല്പം ശർക്കര ചേർക്കാം. രുചികരമായ മാമ്പഴ പുളിശ്ശേരി തയ്യാർ. വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.